ഇന്ന് വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. ശ്രീ പത്മനാഭസ്വാമിയുടെ ഈ ഒരു പടം നിങ്ങളെല്ലാം ഇപ്പം കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് ഒരു വലിയൊരു അത്ഭുതമുണ്ട്. കാരണം ഒരു വരച്ചെന്ന ആ ഒരു കുട്ടി എന്നോട് ഇതുപോലെ ഭഗവാനൊരു പടം വരച്ച് ഭഗവാന് സമർപ്പിക്കണമെന്ന് എന്നോട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ചോദിക്കുകയും ഞാനപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും, ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭഗവാന്റെ ജന്മാഷ്ടമി ദിവസം തന്നെ കൊണ്ടുവന്ന് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു ഭഗവാനെ ധ്യാനിച്ച് വ്രതശുദ്ധിയോടുകൂടി തന്നെ വേണം ഇത് വരയ്ക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കുട്ടി പോയി ഇന്ന് രാവിലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് മുമ്പായിട്ട് തന്നെ ഇന്ന് രാവിലെ അത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പത്മനാഭസ്വാമി സത്യമായിട്ടും ഞെട്ടിപ്പോയി. കാരണം പിന്നെ ഓണവില്ല് ഉള്ള ആ ഒരു ശില്പം, കാരണം അദ്ദേഹത്തിന് സ്വപ്ന ദർശനം കിട്ടിയ രൂപമാണ് ഓണവില്ലിൽ വരച്ചിട്ടുള്ളത്. അപ്പം അതേപോലെ തന്നെ ആ ഭാവം തന്നെ ഈ കുട്ടിയുടെ മനസ്സിലും ഭഗവാൻ തോന്നിച്ചു. ആ കുട്ടിയെ കൊണ്ട് അതേ ഭാവം തന്നെ വരപ്പിച്ചു. അത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. കാരണം നമുക്കത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഭക്തനായിട്ടുള്ള ആൾക്കാർ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. കാരണം അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്തജനങ്ങൾക്കെല്ലാം വളരെ അത്ഭുതമായിപ്പോയി. കാരണം അതിനോട് തന്നെ തുല്യ സാമ്യമുള്ള ഒരു പടം. എന്നാൽ ആ ഒരു പടം അദ്ദേഹം കുട്ടി കാണുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് എങ്ങനെ വരച്ചു എന്ന് ചോദിച്ചപ്പോൾ വ്രതശുദ്ധിയായിട്ടിരുന്നപ്പോൾ ശ്രീപത്മനാഭന് ആ കുട്ടിയുടെ മനസ്സിൽ തെളിഞ്ഞു നിന്ന രൂപമാണെന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് ആ ഒരു ഭഗവാനെ കാണാനും ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ പകർത്താനും ആ കുട്ടിക്ക് കിട്ടിയൊരു ഭാഗ്യം, അത് പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്കിത് കണ്ടപ്പോൾ തന്നെ നിങ്ങളിലേക്കെല്ലാം എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.